ഹലോ നമസ്കാരം, എല്ലാവർക്കും സംസാരം ടി വിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിലെ നോർത്ത് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒക്ടോപ്പസ് പോർക്ക് കഫേയിൽ. അപ്പം ചാലക്കുടിയിലെ പോർക്ക് വിശേഷങ്ങളും രുചികളുമാണ് ഇന്ന് നമ്മളെല്ലാവരും കാണിക്കാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പോർക്ക് ബിരിയാണി കേട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയത്. അപ്പം നമ്മൾ അങ്കമാലിയിലൊക്കെ പോർക്കിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ കണ്ടിരുന്നു. ചാലക്കുടിയിൽ എന്താണ് സ്പെഷ്യൽ എന്നറിഞ്ഞ് നമുക്കിന്ന് കണ്ടു നോക്കാം. വാ. അപ്പോൾ ഇതേ നമ്മളിന്ന് ചാലക്കുടിയിലെ ഒരു സ്പെഷ്യൽ പോർക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് ചേട്ടൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കാം. ചേട്ടൻ നമുക്കിപ്പോൾ തുടങ്ങാം അല്ലേ? സൺഫ്ലവർ ഓയിൽ, ഡാൽഡ, നെയ്യ്. നമ്മൾ എണ്ണയും ഡാൽഡയും നെയ്യും എല്ലാം ഇവിടെ ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ട്. മസാല ഇതെന്തൊക്കെയാണ്? നമ്മുടെ പട്ട, ഏല, ഗ്രാമ്പൂ, മുന്തിരി, കാഷ്നട്ട്, ഏലക്ക. സവോള, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇരുന്നത്. അതിൻ്റെ മല്ലിയില, പുതിന. ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് എത്ര കിലോ പോർക്കിൻ്റെ ബിരിയാണി? 3 കിലോ പോർക്കിൻ്റെ ബിരിയാണി. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടണം. തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം. തിളച്ചിട്ടുണ്ടാവും അല്ലേ? 5 മിനിറ്റ് നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. റൈസ് ഇടണം. എത്ര കിലോ ഉണ്ട് ഈ അരി? 3 കിലോ. 3 കിലോ വെള്ളം. ഇതിലേക്ക് 3 ലിറ്റർ വെള്ളം. 3 ലിറ്റർ. അരച്ചു വെക്കണം. എത്ര നേരം എടുക്കും നമ്മുടെ ഈ അരി വെന്ത് വരാൻ? 20 മിനിറ്റ് എടുക്കും. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ അരി ഒന്ന് വെന്തിട്ടുണ്ടാവും അല്ലേ? ബിരിയാണിയുടെ റൈസ് വെന്തിട്ടുണ്ട്. മല്ലിയില ഒന്നും കൂടെ ഇടും. പുതിന, സവോളയും കറിവേപ്പിലയും വറുത്ത് വെച്ചത്. കാഷ്യൂനട്ടും സവാളയും
നമ്മുടെ കറിവേപ്പില നെയ്യ് ഒഴി RPG. കുറച്ച് റോസ് വാട്ടർ പൈനാപ്പിൾ എസൻസ് പൈനാപ്പിളിൻ്റെ എസൻസ്. നമ്മൾ ബിരിയാണി പോർക്ക് ബിരിയാണി റൈസിൻ്റെ എല്ലാം റെഡിയായി കഴിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമ്മൾ പോർക്കിൻ്റെ ഐറ്റംസ് ആണ് റെഡിയാക്കാം. സവാളയും തക്കാളിയും വേറെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? പട്ട, ഏല, ഗ്രാമ്പു. ഇതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് മസാലയാക്കി വെച്ചു. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. തക്കാളി പ്രത്യേകിച്ച് വേറെ തക്കാളി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കറിവേപ്പില എണ്ണ ചൂടായി അതിനകത്ത് ഇച്ചിരി തക്കാളി ഇട്ടു, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടു, പിന്നെ കറിവേപ്പിലയും ഇച്ചിരി പച്ചമുളക് പൊടി ഇട്ടു. റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇടാം. മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല വെള്ളം ഒഴിക്കാം. പോർക്കിന്റെ മീറ്റ് വേവിച്ച് വെച്ച് ആദ്യമേ വേവിച്ച് ഉപ്പിടണം. ഉപ്പിടാം. ഉപ്പ് തൈര് മല്ലിയില പുതിന ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പോർക്ക് ബിരിയാണിക്കുള്ള പോർക്ക് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇത് മിക്സ് ചെയ്യുമോ അതോ? മിക്സ് ആക്കില്ല. റൈസ് കുറച്ച് ആദ്യം എടുത്ത് പിന്നെ 3 പീസ് ഇടും. മേലെ റൈസ് അപ്പം നമ്മളത് ഒന്നിച്ച് ആക്കി വെക്കില്ല. അത് തനിത്തന്നെയാണ്. മീറ്റ് വേറെ റൈസ് വേറെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും? ഇത് പോർക്ക് കൊണ്ടാട്ടം നാടനാണ്. ഇത് പോർക്ക് കോക്കാച്ചി ചൈനീസ്. ഓക്കെ. ഇത് പോർക്ക് ഡ്രാഗൺ പോർക്ക് ഇങ്ങനെ തന്നെയാണോ ഇത് സെർവ് ചെയ്യണം? വേറെ ഒന്നും അങ്ങനെ കൊടുക്കില്ല. ജസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കണം. അകത്ത് കൊടുക്കുന്നതാണ് ബിരിയാണി. പോർക്കിന്റെ ബിരിയാണി. അപ്പോൾ നമുക്ക് ഈ പോർക്കിന്റെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ പോർക്ക് ബിരിയാണി. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പോർക്ക് ബിരിയാണി. അതുപോലെ തന്നെ ഈ രീതിയിൽ ബിരിയാണി വെക്കുന്ന സ്റ്റൈലും ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. റോസ് വാട്ടറൊക്കെ ഒഴിച്ച് ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തത് കാണിച്ചിട്ടുമില്ല. ഇപ്പം ഒക്ടോപ്പസിലെ പോർക്ക് ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്നവരെന്തായാലും ഇവിടെ വന്ന് ഇതൊക്കെ ട്രൈ ചെയ്യണം. ബിരിയാണി മാത്രമല്ല, ഇവിടുത്തെ 2 ചൈനീസ് ഐറ്റംസ്, പോർക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.